ചെറുവത്തൂരിലെ BPCL പെട്രോൾ പമ്പിന്റെ ലൈസൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു. 3.25 കോടി രൂപ വാങ്ങി വഞ്ചിച്ചതായുള്ള പരാതിയിൽ കേസെടുത്ത ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 3.25 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പും വിശ്വാസവഞ്ചനയും നടന്നതായാണ് പരാതി. സംഭവത്തിൽ മലപ്പുറം തിരൂർ സ്വദേശിയായ ഷാഹുൽ ഹമീദ് പട്ടത്തൂരിനെതിരെ ചന്തേര പോലീസ് കേസെടുത്തതായും അന്വേഷണം ആരംഭിച്ചതായും പരാതിക്കാരിയായ ഡോക്ടർ ഫാത്തിമ തർഷീന കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Further, on January 15th, he broke the lock of the petrol pump and took away 3.2 million, according to my manager, which was kept for fuel refilling and other business purposes. After receiving the money, he withdrew the applications intentionally without my consent and refused to proceed with the transfer. This has caused a huge financial loss of more than 5.7 million and huge mental trauma for me. And due to this, I have filed an FIR against Mr. Shahul Hamid Patatur in Chandera police station, and I have full trust in Kerala police, and I hope I'll get justice. I've also heard that similar fraud cases has been pending against Mr. Shahul Hamid Patatur back in Dubai. He has been in jail for a similar case and is on bail now, and he is facing legal actions in Dubai. No innocent person should suffer from such alleged fraud and betrayal. പ്രതി ഗൾഫിലായതിനാൽ പോലീസ് അന്വേഷണത്തിന് തടസ്സം നേരിടുന്നുണ്ട്. ഇയാളെ നാട്ടിലേക്ക് വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസെന്നും അറിയുന്നു. പരാതിക്കാരിയുടെ പിതാവ് അബൂബക്കർ കുറ്റിക്കോൽ വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. മകളുടെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ചെറുവത്തൂരിലെ BPCL പെട്രോൾ പമ്പ് ഏറ്റെടുക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചത്. പമ്പ് പ്രവർത്തിക്കുന്നത് അബൂബക്കർ കുറ്റിക്കോലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണെന്നും ഇത് വാടകയടിസ്ഥാനത്തിൽ BPCLന് 5 വർഷത്തേക്ക് നൽകിയതാണെന്നുമാണ് പറയുന്നത്. പെട്രോൾ പമ്പിന്റെ ലൈസൻസ് കൈമാറ്റത്തിനായി 3.40 കോടി രൂപയ്ക്ക് കരാറുണ്ടാക്കിയതായും ഇതിൽ 3 കോടി രൂപ ഗൾഫിൽ വെച്ച് കൈമാറിയതായും അർഷീന വ്യക്തമാക്കുന്നു. ലൈസൻസ് മാറ്റത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഷാഹുൽ ഹമീദ് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. മാത്രമല്ല, ഇതിനിടെ 2026 ഫെബ്രുവരിയിൽ ഇയാൾ പെട്രോൾ പമ്പിലെത്തി പൂട്ട് തകർത്ത് BPCLൽ അടക്കാനായി സൂക്ഷിച്ചിരുന്ന 32 ലക്ഷം രൂപ കൈവശപ്പെടുത്തിയതായും തുടർന്ന് പുതിയ പൂട്ടിട്ട് പമ്പ് അടച്ചതായും പരാതിയുണ്ട്. മാനേജരെയും തൊഴിലാളികളെയുമെല്ലാം പുറത്താക്കിയുള്ള ഈ നടപടിക്ക് പിന്നാലെ പലതവണ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇത് ലക്ഷ്യം കാണാത്തതിനെ തുടർന്നാണ് താൻ നിയമസഹായം തേടിയതെന്നും അർഷീന പറയുന്നു. ഇതിനെല്ലാം പുറമെ ഷാഹുൽ ഹമീദ് ദുബായിൽ സമാനമായ വഞ്ചനാ കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണെന്നും നിലവിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള ആരോപണവും അർഷീന ഉന്നയിക്കുന്നുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, പെട്രോൾ പമ്പ് മാനേജറായിരുന്ന മൻസൂർ ഷെയ്ഖ്, KK സുബൈർ എന്നിവരോടൊപ്പം എത്തിയാണ് ഫാത്തിമ തർഷീന കാസർഗോഡ് വാർത്താ സമ്മേളനം നടത്തിയത്. അതേസമയം ദുബായിലായതിനാൽ അർഷീനയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ ഷാഹുൽ ഹമീദിന് പറയാനുള്ള വിശദീകരണം ലഭ്യമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.